ഇനി നമ്മൾ പോകുന്നത് കാസർഗോഡേക്കാണ്. തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരുടെ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചു. CPIM പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അരുൺ പാറക്കലുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, ബൈക്കിലെത്തി ഇരുട്ടത്ത് വട്ടം കറങ്ങിയ ഫ്ലെക്സ് വലിച്ചു മറിക്കുന്നത് കാണാം, പക്ഷെ ആരാണ് എന്നത് വ്യക്തമായിട്ടില്ല. സ്വാഭാവികമായി LDFന്റെ ശക്തി കേന്ദ്രമാണ് തൃക്കരിപ്പൂരിൽ ഉൾപ്പെടുന്ന ഈ മേഖല. അതുകൊണ്ട് തന്നെ ആരോപണം ആദ്യം LDFന് നേരെ അല്ലെങ്കിൽ CPMന് നേരെ എന്നാണോ, അതല്ല ഈ യാത്രിയുടെ മറവിൽ ഫ്ലെക്സ് വലിച്ചു കീറാൻ വന്നവരെ കണ്ടെത്തിയിട്ടുണ്ടോ പോലീസ്? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മെട്ടമ്മൽ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ ഒരു വീടിന് സമീപം സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ CPIM പ്രവർത്തകരാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതെന്ന് ആരോപിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ LDF ഇത് പൂർണ്ണമായും നിഷേധിക്കുന്നു. ഈ പ്രദേശത്ത് സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്തോടുകൂടി UDFനുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. UDF പ്രവർത്തകരാണ് ഈ ഒരു ഫ്ലെക്സ് ബോർഡുകൾ വലിച്ചു കീറിയതെന്ന് LDFും ആരോപിക്കുന്നുണ്ട്. അതിൽ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗോകുൽ സ്മിത. ശരി, ഏതായാലും സാമൂഹ്യ വിരുദ്ധർ എന്ന് തന്നെ വിളിക്കാം. പാർട്ടി പ്രവർത്തനത്തിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. അതെ, ഗോകുല് പറഞ്ഞതുപോലെ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആളെ കണ്ടിട്ടാണോ അങ്ങനെ ഒരു ആരോപണം എന്നറിയില്ല. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ളൊരു വിലയിരുത്തലായിരിക്കും അവർ പക്ഷെ അങ്ങനെ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.